വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ഡാറ്റ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, മെഷർമെൻറ്റ്സ് എക്സെട്ര. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. നമ്പേഴ്സ് ആവാം, വേർഡ്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇതൊരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ഒരുപാട് ഡാറ്റ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഡാറ്റാബേസ് എന്ന് പറയാം. ഒന്നിച്ച് ചേരുക എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ പറയുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. Data is always organized in data tables consisting of rows and columns. ഒരുപാട് റോസും ഒരുപാട് കോളംസും അടങ്ങിയ ഡാറ്റ ടേബിൾ ഫോർമാറ്റിലാണ് ഡാറ്റ സാധാരണയായിട്ട് ഓർഗനൈസ് ചെയ്യുക. ഇത് ഇപ്പോഴും കാണുന്ന ഇത് ഒരു ഡാറ്റാബേസ് ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഡാറ്റാബേസിൽ ഒരുപാട് കോളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സീരിയൽ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, അഡ്മിഷൻ നമ്പർ, ക്ലാസ്, സെക്സ്, പ്ലേസ് എക്സെട്ര. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. സീരിയൽ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, അഡ്മിഷൻ നമ്പർ, ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്കൂൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഫീച്ചേഴ്സ് ആണ് സീരിയൽ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, അഡ്മിഷൻ നമ്പർ, ക്ലാസ്, സെക്സ്, പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഓൾ ഡീറ്റെയിൽസ് പെർട്ടൈനിങ് ടു ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് എൻറ്റിറ്റി ആൻഡ് ഈച്ച് എൻറ്റിറ്റി വിൽ ഹാവ് ഡിഫറെൻ്റ് ഫീച്ചേഴ്സ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഇൻ ദി അബവ് എക്സാമ്പിൾ, സീരിയൽ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, അഡ്മിഷൻ നമ്പർ, class, sex, etc. are the attributes of the entity school transport. നെക്സ്റ്റ് വരുന്ന ടേമാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, DBMS. It is a software which helps to organize data into database and facilitates its manipulation. Example, LibreOffice Base, MS Access, Oracle, MySQL, etc. Usually, DBMS allows the creation, storage, updation and maintenance and administration of database. നമുക്കിപ്പോഴും കാണുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ഇതിൽ 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണുള്ളത്. ഇപ്പോൾ ഓരോ റോയാണ് നമ്മൾ പറയുന്നത് ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 റെക്കോർഡുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ 4ാമത്തെ കുട്ടിയെ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 4ാമത്തെ കുട്ടിയെ ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ 2ാമത്തെ കുട്ടിയെ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ 3ാമത്തെ കുട്ടിയുടെ പ്ലേസോ ക്ലാസ്സോ അഡ്മിഷൻ നമ്പറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ചേഞ്ച് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് അതിനുതകുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണം. ഈ ഒരു ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അത് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉതകുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. അത്തരം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസിനും ഉതകുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറിനെ നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് LibreOffice Base, MS Access, Oracle എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ്. നെക്സ്റ്റ്, കോമ്പണൻസ് ഓഫ് LibreOffice Base. പ്രധാനമായിട്ട് 4 കോമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ്, ടേബിൾസ്. ടേബിൾ ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡാറ്റ സ്റ്റോറേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഫോർമാറ്റിനെയാണ് നമ്മൾ പറയുന്നത് ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ എന്നുള്ള രീതിയിലാണ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ റോസ് ആൻഡ് കോളംസ്. അതിൻ്റെ ഓരോ റോയും നമുക്കൊരു റെക്കോർഡ് എന്ന് പറയാം. ഓരോ കോളത്തെയും നമുക്ക് ഫീൽഡുകൾ എന്ന് നമുക്ക് പറയാം. ക്വറീസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട്, അപ്പൻഡ് ആൻഡ് മോഡിഫൈ ഡാറ്റ ഫ്രം എ ഡാറ്റാബേസ്. ഡാറ്റാബേസിനകത്ത് നിന്ന് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് അപ്പൻഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഡാറ്റാബേസിനകത്ത് ഡാറ്റ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഒന്നിനെയാണ് നമ്മൾ പറയുന്നത്
ക്വറീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നെക്സ്റ്റ് വരുന്നതാണ് ഫോംസ്. ദി ഇൻ്റർഫേസ് ദാറ്റ് അലൗസ് ദി യൂസർ ടു ഇൻപുട്ട്, റിട്രീവ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ. ഒരു യൂസറിന് ഡാറ്റാബേസിൽ ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് പകരം ഡാറ്റാബേസും യൂസറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫോംസ് എന്ന് പറയുന്നത്. ഒരു യൂസർ ഫോംസിലൂടെയാണ് ആവശ്യമായ ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോംസിലൂടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് ഡാറ്റാബേസിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ യൂസേഴ്സിന് യൂസർ ഫ്രണ്ട്ലി രീതിയിൽ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പറയുന്നത് ഫോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട്സ്. പ്രസൻറ്റിംഗ് ദി ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് ഇൻ ദി റിക്വയർഡ് ഫോർമാറ്റ്. നമുക്ക് എന്തൊക്കെ ഡാറ്റകളാണോ ഡാറ്റാബേസിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് പല ഇൻഫോർമേഷനും നമുക്ക് റിട്രീവ് ചെയ്യേണ്ടി വരും. നമുക്ക് പല റിപ്പോർട്ടുകളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിയേഷൻ ഓഫ് ഡാറ്റാബേസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് ബേസ്. ക്ലിക്ക് ഫിനിഷ് ആൻഡ് ഗിവ് എ ഫയൽ നെയിം. ദി ഫയൽ നെയിം ഹാസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് .odb. .odb എന്ന് പറയുന്ന എക്സ്റ്റൻഷനോട് കൂടിയ ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആദ്യം അപ്ലിക്കേഷൻ എടുക്കുക, അതിനുശേഷം ഓഫീസ് എടുക്കുക, അതിനുശേഷം ലിബ്രെ ഓഫീസ് ബേസ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ്. ഒന്നുകിൽ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കാൻ വേണ്ടി പറയും. നമുക്കിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യാം. എന്താണ് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര്, അതിവിടെ ടൈപ്പ് ചെയ്യാം. അതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഡാറ്റാബേസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഡാറ്റാബേസ് ഫയലിനകത്ത് നമുക്ക് ആവശ്യമായ ടേബിളുകളും ക്വറിയും ഫോംസും റിപ്പോർട്ട്സും ഒക്കെ തന്നെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡാറ്റാബേസ് ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ക്രിയേറ്റിംഗ് ടേബിൾസ്. ഒരു ടേബിൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ് ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് അടുത്തത് കാണേണ്ടത്. ഫസ്റ്റ് ക്ലിക്ക് ഓൺ ടേബിൾ. ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ. ടൈപ്പ് ഫീൽഡ് നെയിം, സെലക്ട് ഫീൽഡ് ടൈപ്പ് ആൻഡ് ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് സെറ്റ് പ്രൈമറി കീ. റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഫീൽഡ് ആൻഡ് സെലക്ട് പ്രൈമറി കീ. 5. സേവ് ദി ടേബിൾ ബൈ ഗിവിംഗ് എ ടേബിൾ നെയിം. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രൈമറി കീ ഈസ് എ ഫീൽഡ് ഇൻ എ ടേബിൾ which uniquely identifies each row or record in a database table. Primary keys must contain unique values. A primary key column cannot have null values. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫീൽഡ് ഏതാണോ അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൈമറി കീ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻറ്റ് അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ അഡ്മിഷൻ നമ്പറാണ്. കാരണം അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും രണ്ട് കുട്ടികൾക്ക് ഒരേ അഡ്മിഷൻ നമ്പർ വരില്ല. അത് യുണീക്ക് ആയിരിക്കും. ഓരോരാൾക്കും പ്രത്യേകം ഓരോ അഡ്മിഷൻ നമ്പറുകൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് പറയാം ആധാർ നമ്പർ. ഓരോരാളുടെയും ആധാർ നമ്പർ വ്യത്യസ്തമായിരിക്കും. ഒരേ ആധാർ നമ്പർ രണ്ടുപേർക്ക് ഒരു കാരണവശാലും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ആധാർ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാം. ഇലക്ഷൻ ഐഡൻറ്റിറ്റി നമ്പർ അത് നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാം. അഡ്മിഷൻ നമ്പർ അത് നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാം. ഹാൾ ടിക്കറ്റ് നമ്പർ നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാം. അങ്ങനെ ഒരു ഡാറ്റാബേസിനകത്ത് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള കീയാണ് നമ്മൾ പറയുന്നത് പ്രൈമറി കീ എന്ന് പറയുന്നത്. ആ പ്രൈമറി കീ യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഒരു കാരണവശാലും അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വിലകൾ എൻ്റർ ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു റെക്കോർഡ് എൻ്റർ ചെയ്യുമ്പോൾ പ്രൈമറി കീ നിർബന്ധമായിട്ട് എൻ്റർ ചെയ്യണം. അത് ബ്ലാങ്ക് ആയിട്ട് വിടാൻ വേണ്ടി സാധ്യമല്ല.
ഇനി നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മളൊരു ഡാറ്റാബേസ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് ഫയലിനകത്ത് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ 3 കോളംസ് കിട്ടി. ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഡിസ്ക്രിപ്ഷൻ. അതിൽ ഫീൽഡ് നെയിമിൽ നമ്മൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫീൽഡ് ടൈപ്പ് അത് ഏത് ടൈപ്പ് വാല്യൂസ് ആണ് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്പറിൽ ഏത് തരത്തിലുള്ള വിലകളാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് വരുന്ന പലതരത്തിലുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ്, നമ്പർ, ഡെസിമൽ, ഇൻറ്റിജർ, സ്മോൾ ഇൻറ്റിജർ, ഫ്ലോട്ട്, റിയൽ, ഡബിൾ, ടെക്സ്റ്റ്, വേരിയബിൾ ക്യാരക്ടർ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടറാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് മനസ്സിലാക്കണമെങ്കിൽ കൊടുക്കുന്നതാണ്, അത് നിർബന്ധമില്ല. രണ്ടാമത്തെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് നെയിം എന്ന് കൊടുക്കുന്നു. അതിനും ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി മൂന്നാമത് നമ്മൾ കൊടുക്കുന്നതാണ് സെക്സ്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നതും ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേബിളിനകത്ത് ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഏത് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു ടേബിളിനകത്ത് നമ്പർ എന്നുള്ള ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്പർ എന്ന് പറയുന്ന ഫീൽഡിനെ നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്പറിനടുത്തുള്ള ഈ ഒരു പ്ലേസിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പ്ലേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൈമറി കീ വരും. അപ്പോൾ പ്രൈമറി കീ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കീയുടെ ഒരു സിമ്പൽ വന്നിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പർട്ടിക്കുലർ റെക്കോർഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു ടേബിൾ നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ ഫയൽ, സേവ്. ഇപ്പോൾ ടേബിൾ 1 എന്ന് ഡിഫാൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിലേഷണൽ ഡാറ്റാബേസ്. എ റിലേഷണൽ ഡാറ്റാബേസ് refers to a database in which data is stored in multiple tables. These tables are linked to one another through common fields. Linking of common fields in different tables is called creating relationship. എല്ലാ വിവരങ്ങളും ഒരു ടേബിളിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം സാധാരണയായിട്ട് ഒന്നിലേറെ ടേബിളുകളിലാണ് ഡാറ്റ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ പല ടേബിളുകളിൽ ഡാറ്റ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഈ ഡാറ്റകൾ തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്യേണ്ടി വരും, പരസ്പരം ബന്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ പല ടേബിളുകളിൽ ഡാറ്റ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഡാറ്റകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയാം. അപ്പോൾ ഓരോ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന ഫീൽഡ് ഏതാണോ ആ ഫീൽഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നു. അതിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് റിലേഷൻഷിപ്പ്. ടൂൾസ്, റിലേഷൻഷിപ്പ്. ക്ലിക്ക് ഓൺ ആഡ് ടേബിൾ to add 2 tables. Press mouse button from the common field of one table and release the mouse to the common field of another table. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിളിലൂടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, ക്രിയേറ്റ് ദി ഫോളോയിങ് 2 tables ആൻഡ് സെറ്റ് റിലേഷൻഷിപ്പ്. 2 ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് 2 ടേബിളും കൂടി റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ടേബിൾ. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ഫീൽഡ്സ് അഡ്മിഷൻ നമ്പർ, നെയിം, സെക്സ്. നെക്സ്റ്റ് സ്കോർ ഷീറ്റ്, അഡ്മിഷൻ നമ്പർ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്. ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഫീൽഡുകൾ. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് ബേസ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസിൽ നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു പേര് കൊടുക്കുക, സ്റ്റുഡൻറ്റ് എന്ന് പേര് കൊടുക്കും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ടേബിൾ ക്രിയേറ്റ് ചെയ്യലാണ്. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടേബിളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ടേബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ. ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ടേബിൾ എന്തൊക്കെ ഫീൽഡുകളാണ് വേണ്ടത്, അതിൻ്റെ ഫീൽഡ് ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിളിൽ വേണ്ടുന്ന
ഫീൽഡ് നെയിംസ് എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പർ, നെയിം, സെക്സ്. അപ്പോൾ ആദ്യത്തെ ഫീൽഡ് നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുക ADMNO, അഡ്മിഷൻ നമ്പർ. അതിൻ്റെ ഫീൽഡ് ടൈപ്പ് നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടർ തന്നെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് നെയിം, അതിൻ്റെയും ഫീൽഡ് ടൈപ്പ് ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടർ തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് സെക്സ്, ആ സെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ അകത്തും നമുക്ക് ഇതേപോലെ തന്നെ വേരിയബിൾ ക്യാരക്ടർ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടേബിളിനകത്ത് ഏതെങ്കിലും ഒരു ഫീൽഡ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അഡ്മിഷൻ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് പ്രൈമറി കീ സെറ്റ് ചെയ്യുക. അപ്പോൾ പ്രൈമറി കീ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കീയുടെ ഒരു സിമ്പൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്തു. അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടേബിളിനകത്ത് ഒരു പർട്ടിക്കുലർ കുട്ടിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ ഫയൽ സേവ്, ഈ ഫയലിന് ഒരു പേര് കൊടുക്കുക, സ്റ്റുഡൻറ്റ് ടേബിൾ എന്നുള്ള ഒരു പേര് കൊടുക്കുക. അപ്പോൾ പേര് നമുക്ക് ഡിഫോൾട്ടായിട്ട് വരും ടേബിൾ 1, അത് ചേഞ്ച് ചെയ്ത് സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് കൊടുത്താൽ മതി. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ടേബിളിൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, അതിൻ്റെ അകത്ത് നമുക്ക് രണ്ടാമത്തെ ടേബിളിൽ വേണ്ടുന്ന ഫീൽഡുകൾ എന്തൊക്കെയാണോ അത് 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യാം. അതിനകത്ത് വേണ്ടത് അഡ്മിഷൻ നമ്പർ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് ഫീൽഡുകൾ ആദ്യം ടൈപ്പ് ചെയ്യുക. അഡ്മിഷൻ നമ്പർ ADMNO, അഡ്മിഷൻ നമ്പർ, ടെക്സ്റ്റ് വേരിയബിൾ ക്യാരക്ടർ. അടുത്ത ഫീൽഡ് വരുന്നത് അക്കൗണ്ടൻസി, ACC. അതിനകത്ത് നമ്മൾ ഫീൽഡ് ടൈപ്പ് വരുന്നത് സ്കോർ എൻ്റർ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ കൊടുക്കാം. പിന്നെ വരുന്നത് ബിസിനസ് സ്റ്റഡീസ്, അവിടെയും സ്കോറാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ടേബിളിൽ ഈ സ്ഥലത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രൈമറി കീ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ടേബിൾ നമ്മൾ സേവ് ചെയ്യുക, ഫയൽ സേവ്. അപ്പോൾ അതിനുശേഷം ടേബിൾ 2 എന്ന് ഡീഫാൾട്ടായിട്ട് വരും, അവിടെ നമുക്ക് സ്കോർ ടേബിൾ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ സ്കോർ ടേബിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേബിളും സേവ് ആയി. ഇനി ആ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് 2 ടേബിളുകളായി ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 ടേബിളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ 2 ടേബിളിലും നമ്മൾ ഡിഫറൻറ്റ് ഫീൽഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡിഫറൻറ്റ് ഫീൽഡുകളിൽ നമുക്ക് റിലേഷൻഷിപ്പ് സ്ഥാപിക്കണം. അപ്പോൾ റിലേഷൻഷിപ്പ് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ടൂൾസ് റിലേഷൻഷിപ്പ് എടുക്കും. അപ്പോൾ ടൂൾസ് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഈ 2 ടേബിളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ 2 ടേബിളും ആഡ് ചെയ്ത് ഇവിടെ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ടേബിൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ആ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ടേബിളും വന്നു. ഇനി ക്ലോസ് ചെയ്യുക. ഇനി 2 ടേബിളും തമ്മിൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കണമെങ്കിൽ ആദ്യത്തെ ടേബിളിലുള്ള അഡ്മിഷൻ നമ്പറും രണ്ടാമത്തെ ടേബിളിലുള്ള അഡ്മിഷൻ നമ്പറും തമ്മിലാണ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടേബിളിലുള്ള അഡ്മിഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് അത് അതേപോലെ ഡ്രാഗ് ചെയ്ത് രണ്ടാമത്തെ ടേബിളിലുള്ള അഡ്മിഷൻ നമ്പറിൽ കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ നമുക്ക് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിന് ഫയൽ സേവ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ക്ലോസ് ചെയ്യാം. ഇനി ഈ ടേബിളിനകത്ത് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ടേബിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നിടക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നെയിം എന്ന് പറയുന്നിടക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സെക്സ് എന്ന് പറയുന്നിടക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേബിൾ എൻ്റർ ചെയ്യേണ്ട സ്പേസ് വരും. അവിടെ അഡ്മിഷൻ നമ്പർ, നെയിം, സെക്സ് ഇതുപോലെ നമുക്ക് എൻട്രി വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.